ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പുസ്തകത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള കെമിസ്ട്രിയിലെ അലോഹങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 3ാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആദ്യത്തെ 1-2 പാർട്ട് കണ്ടതിന് ശേഷം മാത്രം ഈ 3ാമത്തെ പാർട്ട് കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ ഗ്രാഫൈറ്റ്, വജ്രം, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. ഇനി നമ്മൾ ഇന്ന് പഠിക്കുന്നത് നൈട്രജനെ കുറിച്ചാണ്. നൈട്രജൻ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം, ഏതാണ്? നൈട്രജൻ ആണ്. അപ്പോൾ അന്തരീക്ഷ വായുവിൽ ഏകദേശം 78% എന്തുണ്ട്? നൈട്രജൻ അടങ്ങിയിരിക്കുകയാണ് ഏറ്റവും കൂടിയ അളവിൽ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? അന്തരീക്ഷ വായുവിൽ വാതകം നൈട്രജൻ ആണ്. ജീവനുള്ള വസ്തുക്കളിൽ എല്ലാം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതെല്ലാം വസ്തുക്കൾക്ക് ജീവനുണ്ടോ ഇതിലൊക്കെ എന്തുണ്ട്? നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായൊരു മൂലകമാണ് നൈട്രജൻ. അപ്പോൾ സസ്യങ്ങൾ വളരണമെങ്കിൽ എന്താവശ്യം ആണ്? നൈട്രജൻ ആവശ്യമാണ്. സാധാരണ അവസ്ഥയിൽ അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ നിഷ്ക്രിയമാണ്. കാരണം എഴുതുക. അപ്പോൾ എന്താ സാധാരണ അവസ്ഥയിൽ അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ നിഷ്ക്രിയമാണെന്ന് പറയാൻ കാരണം അന്തരീക്ഷത്തിലെ നൈട്രജൻ മറ്റൊരു മൂലകങ്ങളോ വാതകങ്ങളോ ഒന്നുമായിട്ട് എന്ത് ചെയ്യുന്നില്ല? പ്രവർത്തിക്കുന്നില്ല, ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടുന്നില്ല. അതുകൊണ്ടാണ് എന്ത്? അന്തരീക്ഷ വായുവിലെ നൈട്രജൻ നിഷ്ക്രിയത്വം എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു നൈട്രജൻ ആറ്റം മറ്റൊരു നൈട്രജൻ ആറ്റവുമായിട്ട് ട്രിപ്പിൾ ബോണ്ടിലാണ്, അതായത് ത്രിബന്ധനമാണുള്ളത്. ത്രിബന്ധനം അഥവാ ട്രിപ്പിൾ ബോണ്ടാണ് നൈട്രജൻ ആറ്റങ്ങൾ തമ്മിൽ. ഇപ്പം ഇതാ ഇങ്ങനെയാണ് ട്രിപ്പിൾ ബോണ്ടാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവ എന്താണ്? ഇവ എപ്പോഴും നിഷ്ക്രിയത്വം പാലിക്കുന്നു. അതായത് മറ്റ് പദാർത്ഥങ്ങളുമായോ വാതകങ്ങളായോ മൂലകങ്ങളായോ ഒന്നുമായിട്ടും ആര് പ്രവർത്തിക്കുന്നില്ല? അന്തരീക്ഷത്തിലെ നൈട്രജൻ പ്രവർത്തിക്കുന്നില്ല. അതെന്ത് പാലിക്കുന്നു? നിഷ്ക്രിയത്വം പാലിക്കുന്നു. ജ്വലനത്തെ സഹായിക്കുന്ന വാതകം ഏതാണ്? ജ്വലനത്തെ സഹായിക്കുന്ന വാതകം, കത്താൻ സഹായിക്കുന്ന വാതകം ആരാണ്? ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്ന വാതകം എന്ന് പറയുന്നത്. ഇനി ജ്വലന നിരക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന വാതകം ഏതാണ്? അത് നമുക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡാണ് ജ്വലന നിരക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന വാതകം. CO2 കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? സസ്യങ്ങൾക്ക് അന്തരീക്ഷ നൈട്രജൻ നേരിട്ട് വലിച്ചെടുക്കാൻ സാധ്യമല്ല. അപ്പം സസ്യങ്ങൾ നേരിട്ടല്ല അന്തരീക്ഷത്തിലെ നൈട്രജൻ എന്ത് ചെയ്യുന്നത്? വലിച്ചെടുക്കുന്നത്. എന്നാൽ അന്തരീക്ഷ നൈട്രജൻ സസ്യങ്ങൾക്ക് ലഭ്യമാകുന്നത് എങ്ങനെയൊക്കെയാണ് എന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നേരിട്ട് ഈ കണ്ട അന്തരീക്ഷത്തിലെ 78% നൈട്രജനും നമ്മുടെ സസ്യങ്ങൾക്ക് നേരിട്ടാണെങ്കിൽ വലിച്ചെടുക്കാൻ പറ്റുമായിരുന്നു അല്ലേ? പക്ഷെ അങ്ങനെ അല്ല. പിന്നെ എങ്ങനെയാണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇടിമിന്നലിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നൈട്രജൻ സസ്യങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാത്? ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നൈട്രജൻ തന്മാത്രയിലെ ത്രിബന്ധനം വിച്ഛേദിക്കപ്പെടുകയും നൈട്രജൻ ഓക്സിജനുമായി സംയോജിച്ച് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? നൈട്രജൻ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ആരുമായിട്ട് സംയോജിക്കുന്നു? ഓക്സിജനുമായി സംയോജിക്കുന്നു. അതുവരെ നമ്മൾ പറഞ്ഞില്ലേ, ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നൈട്രജൻ തന്മാത്രയിലെ ആ ത്രിബന്ധനം എന്ന് പറയുന്നത് എന്ത് ചെയ്യും? വിച്ഛേദിക്കപ്പെടും. അങ്ങനെ വിച്ഛേദിക്കപ്പെട്ടിട്ട് അതെന്ത് ചെയ്യും? നൈട്രജൻ ഓക്സിജനുമായിട്ട് സംയോജിക്കും. അങ്ങനെ ഓക്സിജനുമായി സംയോജിച്ച് എന്തുണ്ടാകുന്നു? നൈട്രിക് ഓക്സൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ എങ്ങനെയാ? N2+O2 ഗിവ്സ് ഏതാണ്? NO. നമുക്ക് എന്ത് കിട്ടുന്നു? 2NO. കിട്ടുന്നു. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്? നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഇപ്രകാരം ഉണ്ടാകുന്ന നൈട്രിക് ഓക്സൈഡ് കൂടുതൽ ഓക്സിജനുമായി സംയോജിച്ച് നൈട്രജൻ ഓക്സൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു നൈട്രിക് ഓക്സൈഡ് കൂടുതൽ ഓക്സിജനുമായിട്ട് എന്ത് ചെയ്യും? സംയോജിക്കും. അങ്ങനെ നൈട്രജൻ ഓക്സൈഡ് സംയോജിച്ച് എന്തുണ്ടാകുന്നു? NO2 ഉണ്ടാകുന്നു. നൈട്രജൻ ഓക്സൈഡ് ആയി മാറുന്നു.
പ്രകാരമുണ്ടാകുന്ന നൈട്രിക് ഓക്സൈഡ് കൂടുതൽ ഓക്സിജനുമായി സംയോജിച്ച് എന്ത് ചെയ്യും? നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാകുന്നു, NO2 ഉണ്ടാകുന്നു. അപ്പോൾ കൂടുതൽ നൈട്രജൻ, നമ്മുടെ 2NO, നമ്മുടെ നൈട്രിക് ഓക്സൈഡ് ആരുമായിട്ട്? കൂടുതൽ ഓക്സിജനുമായിട്ട് അങ്ങ് പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിച്ച് എന്തുണ്ടാകും? 2NO2, അതായത് നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാകും. നൈട്രജൻ ഡയോക്സൈഡ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ മഴവെള്ളത്തിൽ ലയിച്ച് നൈട്രിക് ആസിഡായി മണ്ണിലെത്തുന്നു. അപ്പോൾ ഈ നൈട്രജൻ ഡയോക്സൈഡ് എന്ത് ചെയ്യും? ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ആരിലുമായിട്ട് ലയിക്കും? മഴവെള്ളത്തിൽ ലയിക്കും. എന്നിട്ട് അതെന്തായി മാറും? നൈട്രിക് ആസിഡ് അഥവാ HNO3 ആയിട്ട് മാറും. അങ്ങനെ അത് ഈ നൈട്രിക് ആസിഡായി എവിടെ എത്തിച്ചേരുന്നു? മണ്ണിലെത്തിച്ചേരുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നൈട്രജൻ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നു? ഈ നൈട്രജൻ 4NO2 അത് പ്ലസ് ആരുമായിട്ട്? ജലവുമായിട്ട് ഇട്ട് വച്ചിട്ട് നമ്മുടെ മഴവെള്ളത്തിൻ്റെ സാന്നിധ്യത്തിൽ ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്യും? ഈ നൈട്രിക് ആസിഡായിട്ട് മാറും. നൈട്രിക് ആസിഡ് മണ്ണിലെ ധാതുക്കളുമായി പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന നൈട്രേറ്റ് ലവണങ്ങളെ സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു. അപ്പം അങ്ങനെയാണ് സസ്യങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? നൈട്രജൻ ലഭിക്കുന്നത്. അപ്പം നൈട്രിക് ആസിഡ് എന്ത് ചെയ്യും? മണ്ണിലെ ധാതുക്കളുമായി പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന നൈട്രേറ്റ് ലവണങ്ങളെ എന്ത് ചെയ്യുന്നു? സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ പയറുവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിലെ റൈസോബിയം ബാക്ടീരിയ അന്തരീക്ഷ നൈട്രജനെ ആഗിരണം ചെയ്ത് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ എന്ത് ചെയ്യും? പയറുവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിൽ അത് നമ്മൾ പൊഴുതു നോക്കിയാൽ അറിയാം, ഒരു ഉണ്ട കെട്ടിക്കിടക്കുക. അതാണ് റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ. ഈ റൈസോബിയം ബാക്ടീരിയ എന്ത് ചെയ്യും? അന്തരീക്ഷത്തിലെ നൈട്രജനെ ആഗിരണം ചെയ്തിട്ട് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംയുക്തങ്ങളായി മാറുന്നു, അല്ലെങ്കിൽ ആ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ കൂടിയ അളവിൽ ലഭിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഏതെല്ലാം? അപ്പോൾ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ കൂടിയ അളവിൽ ലഭിക്കുന്നതിനുള്ള മാർഗം എന്താണ്? ഒന്നാമത്തേതായിട്ട് നമുക്കറിയാം ജൈവ വളപ്രയോഗം. രണ്ടാമത്തെ എന്താണ്? രാസവളപ്രയോഗം. അപ്പോൾ കൂടുതൽ വളപ്രയോഗം നടത്തി കഴിഞ്ഞാൽ കൂടുതൽ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കും, അല്ലേ? ഇപ്പോൾ രാസവളത്തിൻ്റെയും ജൈവവളത്തിൻ്റെയും പ്രത്യേകതകൾ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. പട്ടിക 7.4 അടിസ്ഥാനത്തിൽ രാസവളം, ജൈവവളം എന്നിവയുടെ മേന്മകളും പോരായ്മകളും എഴുതി നോക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ജൈവവളം, എന്തൊക്കെയാണ് രാസവളം എന്ന് നോക്കാം. ജൈവവളം നമുക്കറിയാം, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ജൈവവളം എങ്ങനെയാണ്? പരിസ്ഥിതി സൗഹൃദമാണ്. രാസവളമെങ്കിൽ ആണെങ്കിൽ എങ്ങനെയാണ്? കൂടുതൽ വിളവ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ രാസവളം ഉപയോഗിക്കുന്നത്, അല്ലേ? ഇനി ജൈവവളം എന്തിനു വേണ്ടിയിട്ടാണ്? പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ട്, അതായത് നമ്മുടെ കേടുകൂടാതെ നമ്മുടെ ശരീരത്തിന് ഒരു കുഴപ്പവും വരാത്ത രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജൈവവളം ഉപയോഗിക്കുന്നത്. മണ്ണിൻ്റെ സ്വാഭാവികത നിലനിർത്തുന്നത് ജൈവവളം ഉപയോഗിക്കുമ്പോഴാണ്. ഇനി രാസവളം എന്ത് ചെയ്യുന്നു? മണ്ണിൻ്റെ അതായത് കൂടുതൽ വിളവ് ലഭ്യത കൂടുതൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രാസവളം ഉപയോഗിക്കുന്നത്. ലഭ്യത കൂടുതൽ ഫലം ലഭിക്കണം. പോഷകങ്ങൾ ലഭ്യമാക്കുന്നതിൽ കാലതാമസം ഉണ്ടാകും ജൈവവളം ഉപയോഗിച്ചാൽ. അപ്പോൾ ജൈവവളം ഉപയോഗിക്കുന്നത് മൂലം എന്ത് സംഭവിക്കും? പോഷകങ്ങൾ ലഭ്യമാക്കുന്നതിന് കാലതാമസം വരും. 3 പോഷക ഘടകങ്ങളും വേഗത്തിൽ ലഭിക്കുന്നത് എങ്ങനെയാണ്? രാസവളം ഉപയോഗിക്കുമ്പോഴാണ്. അതായത് NPK, നമ്മുടെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും, ഇത് ഈ 3 പോഷക ഘടകങ്ങളും വേഗത്തിൽ ലഭിക്കുന്നത് എപ്പോഴാണ്? രാസവള പ്രയോഗത്തിലൂടെയാണ്. സൂക്ഷ്മജീവികൾക്ക് നാശം സംഭവിക്കുന്നില്ല. അപ്പോൾ രാസവളം ഉപയോഗിച്ചാൽ എന്ത് ചെയ്യില്ല? സൂക്ഷ്മജീവികൾക്ക് നാശം സംഭവിക്കുന്നില്ല. ജൈവവളം ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കില്ല? സൂക്ഷ്മജീവികൾക്ക് നാശം സംഭവിക്കില്ല. ഇനി രാസവളമാണ് ഉപയോഗിക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കും? മണ്ണിൻ്റെ ജൈവഘടനയിൽ മാറ്റം വരുത്തുന്നു. മണ്ണിൻ്റെ ജൈവഘടനയിൽ മാറ്റം വരുത്തുന്നത് ആരാണ്? ജൈവഘടനയിൽ രാസവളം ഉപയോഗിച്ചാലാണ് മാറ്റം വരുന്നത്. കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടതായി വരും. നമ്മളിപ്പോൾ ജൈവവളമാണ് ഉപയോഗിക്കുന്നെങ്കിൽ ഇപ്പോൾ 1 കപ്പ് ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് 2 കപ്പ് ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ അതിന് തക്ക ഫലം ഉണ്ടാകത്തുള്ളൂ, അല്ലേ?
അപ്പോൾ ഇവിടെ രാസവളമാണെങ്കിൽ എങ്ങനെയാണ്? മണ്ണിൻ്റെ അമ്ലത വർദ്ധിക്കുന്നു, മണ്ണിൽ ക്ഷാരഗുണം വർദ്ധിക്കും, മലിനീകരണ സാധ്യത കുറയ്ക്കുന്നു. അപ്പോൾ ജൈവവളമാണ് ഉപയോഗിച്ചാൽ അവിടെ എന്ത് കുറയും? മലിനീകരണ സാധ്യത കുറയും. ഇനി നമ്മുടെ രാസവളത്തിലാണെങ്കിലോ മലിനീകരണം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതാണ് രാസവളവും അതുപോലെ തന്നെ മലിനീകരണവും തമ്മിൽ നമ്മുടെ എന്താണ് ജൈവവളവും രാസവളവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ പറയുന്നതാണ്. കാർഷിക മേഖലയിൽ ശാസ്ത്രീയവും വിവേകപൂർവവുമായ വളപ്രയോഗമാണ് അവലംബിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കിയേ, നൈട്രജൻ്റെ ഭൗതിക ഗുണങ്ങളാണ്. നൈട്രജൻ്റെ ഭൗതിക ഗുണങ്ങൾ എന്തൊക്കെയാണ്? നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ് നൈട്രജൻ. നിറമില്ല, മണമില്ല. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നിറമില്ല, മണമില്ല, അങ്ങനെയുള്ള വാതകമാണ് ആരും? കാർബൺ ഡൈ ഓക്സൈഡും. അതുപോലെ നൈട്രജനും എന്തില്ല? നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ്. ജലത്തിൽ വളരെ കുറച്ച് മാത്രമേ ലയിക്കുന്നുള്ളൂ. നൈട്രജൻ എന്ത് ചെയ്യുന്നത്? എന്താണ്? ജലത്തിൽ വളരെ കുറച്ച് മാത്രമേ ലയിക്കുകയുള്ളൂ. ദ്രവീകരിക്കാൻ പ്രയാസമാണ്. നൈട്രജൻ എന്താണ്? എന്ത് ചെയ്യും? ദ്രവീകരിക്കാൻ പ്രയാസമാണ്. നൈട്രജൻ ദ്രവീകരിക്കാൻ പ്രയാസമാണ്. ഇനി നൈട്രജൻ്റെ ഉപയോഗങ്ങൾ നോക്കാം. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിന് നൈട്രജൻ ഉപയോഗിക്കുന്നു. അപ്പോൾ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ആരാ? നൈട്രജനാണ്. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം. നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് എന്തുപയോഗിക്കുന്നു? നമ്മൾ ഈ പറഞ്ഞ നൈട്രജൻ ഉപയോഗിക്കുന്നു. ദ്രവീകരിച്ച നൈട്രജൻ ശീതീകാരിയായി ഉപയോഗിക്കുന്നു. ദ്രവീകരിച്ച നൈട്രജൻ ഉണ്ടല്ലോ, അതെന്തായിട്ട് ഉപയോഗിക്കും? ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നു. വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്നതിന് എന്തുപയോഗിക്കുന്നു? നൈട്രജൻ ഉപയോഗിക്കുന്നു. വാഹനങ്ങളുടെ ടയറുകളിലൊക്കെ നിറയ്ക്കുന്നത് എന്താണ്? നൈട്രജനാണ്. ആഹാര പാക്കറ്റുകളിൽ ഓക്സിജൻ്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിന് എന്തുപയോഗിക്കുന്നു? നൈട്രജൻ ഉപയോഗിക്കുന്നു. ആഹാര പാക്കറ്റുകളിൽ നമ്മുടെ ഓക്സിജൻ്റെ സാന്നിധ്യം മാറ്റാനായിട്ട് ആരെ ഉപയോഗിക്കുന്നു? ഈ പറഞ്ഞ നൈട്രജനെ ഉപയോഗിക്കുന്നു. അപ്പോൾ കാർഷിക രംഗത്ത് ജൈവവളത്തിൻ്റെയും രാസവളത്തിൻ്റെയും പങ്കെന്ന വിഷയത്തെ ആസ്പദമാക്കിയ ഒരു ശാസ്ത്ര ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഡിബേറ്റ് സംഘടിപ്പിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്സിജനെ കുറിച്ചാണ്. ഓക്സിജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. അപ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ചോദിച്ചാൽ നമുക്ക് ഏത് പറയാം? ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ചോദിച്ചാൽ അതാരാണ്? നൈട്രജൻ ആണ്. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ വാതകമാണ് പ്രാണവായു എന്നറിയപ്പെടുന്ന ഓക്സിജൻ. അപ്പോൾ ഓക്സിജന്റെ പ്രത്യേകത എന്താണ്? പ്രാണവായു എന്നറിയപ്പെടുന്ന വാതകം ഏതാ? ഓക്സിജൻ ആണ്. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ വാതകമാണ് നമ്മുടെ ഓക്സിജൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിലാണെങ്കിൽ ഹൈഡ്രജൻ ആണ്, അന്തരീക്ഷത്തിലാണെങ്കിൽ നൈട്രജൻ ആണ്. അതുപോലെ നമ്മുടെ എവിടെയാണ്? ഭൂവൽക്കത്തിൽ ചോദിച്ചാൽ അതാരാണ്? ഓക്സിജൻ ആണ്. അത് തെറ്റാതെ ഓർത്തു വയ്ക്കുക. അന്തരീക്ഷവായു, ജലം, ധാതുക്കൾ, ജീവജാലങ്ങൾ എന്നിവയിലെല്ലാം ഓക്സിജൻ സ്വതന്ത്ര അവസ്ഥയിലോ സംയുക്താവസ്ഥയിലോ കാണപ്പെടുന്നു. അപ്പോൾ ഒന്നുകിൽ ഓക്സിജൻ സ്വതന്ത്രാവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ സംയുക്താവസ്ഥയിലായിരിക്കും. എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? അന്തരീക്ഷവായുവിലുണ്ട്, ജലത്തിലുണ്ട്, ധാതുക്കളിൽ, ജീവജാലങ്ങളിൽ ഒക്കെ എന്ത് ഉണ്ട്? ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട്. ഇനി പരീക്ഷണശാലയിൽ ഓക്സിജൻ നിർമ്മിക്കുന്ന വിധമാണ് നമ്മൾ പറയുന്നത്. പരീക്ഷണശാലയിൽ ഓക്സിജൻ നിർമ്മിക്കുന്നതിൻ്റെ ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് പരീക്ഷണശാലയിൽ എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ നിർമ്മിക്കുന്നത്. അപ്പം നമുക്കൊന്ന് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ രാസപ്രവർത്തനത്തിലെ അഭികാരകം ഏതാണ്? അപ്പം ഇവിടുത്തെ അഭികാരകം ഏതാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണല്ലേ. ഇവിടെ തന്നിട്ടുണ്ട്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്ന അഭികാരകം എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തിരിക്കുന്ന ബോയിലിംഗ് ട്യൂബ് എന്ത് ചെയ്യുക? ചൂടാക്കുക. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4 എന്നതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തിരിക്കുന്ന എടുത്തിരിക്കുന്ന ബോയിലിംഗ് ട്യൂബ് എന്ത് ചെയ്യണം, ചൂടാക്കുക. ഇതേപോലെ ആ ട്യൂബ് ചൂടാക്കണം. ബോയിലിംഗ് ട്യൂബിലേക്ക് എരിയുന്ന തീപ്പെട്ടിക്കൊള്ളി കടത്തി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ബോയിലിംഗ് ട്യൂബിലേക്ക് എരിയുന്ന തീപ്പെട്ടിക്കൊള്ളി കടത്തി വയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനുള്ള പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം കൂടി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്താവുന്നു, ചൂടായിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ മാംഗനീസ് ഓക്സൈഡും ഒപ്പം എന്തും കൂടി ഉണ്ടാകും, വയിൽ ഓക്സിജന്റെ ഭൗതിക ഗുണങ്ങൾക്ക് യോജിച്ചവ കണ്ടെത്തി എഴുതുക. ഇനി എന്തൊക്കെയാണ് ഓക്സിജന്റെ ഭൗതിക ഗുണങ്ങളെന്ന് നമുക്ക് നോക്കാം. ഓക്സിജന് നിറം ഉണ്ട് ഇല്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗന്ധമുണ്ടോ ഇല്ലയോ, ജലത്തിലെ ലയത്വം എങ്ങനെയാണ്, ജ്വലന സ്വഭാവമുണ്ടോ, കത്താൻ സഹായിക്കുന്നു എന്താണ് എന്നൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ നിറം ഉണ്ട് ഇല്ല, നിറമുണ്ടോ ഇല്ല, ഇല്ല എന്നതാണ് ശരി ഉത്തരം. ഗന്ധം ഇല്ല. ജലത്തിൽ ലയത്വം എങ്ങനെയാണ്, ഓക്സിജൻ ജലത്തിൽ ലയിക്കുന്നു, പക്ഷേ ലയിക്കുമ്പോൾ എങ്ങനെയാണ്, വളരെ കുറച്ചളവിൽ മാത്രമാണ് ഓക്സിജൻ എന്ത് ചെയ്യുന്നത്, ജലത്തിൽ ലയിക്കുന്നു. അപ്പോൾ ജലത്തിലെ ലയത്വം വളരെ കുറച്ച് മാത്രമാണ്. ജ്വലന സ്വഭാവം എന്താണ്, കത്തുന്നില്ല, പക്ഷെ എന്ത് ചെയ്യുന്നു, കത്താൻ സഹായിക്കുന്നു. വ്യാവസായികമായി ഓക്സിജൻ നിർമ്മിക്കുന്നത് ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണത്തിലൂടെയാണ്. അപ്പോൾ വ്യാവസായികമായി ഓക്സിജൻ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്, ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണത്തിലൂടെയാണ് വ്യാവസായികമായിട്ട് ഓക്സിജൻ നിർമ്മിക്കുന്നത്. അപ്പോൾ അതായത് നോക്കിയേ, ജലത്തെ എന്ത് ചെയ്യുന്നു, വൈദ്യുത വിശ്ലേഷണം നടത്തുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ഹൈഡ്രജനും അതുപോലെ ഓക്സിജനും കിട്ടുന്നു. ഇനി ഓക്സിജന്റെ പ്രധാന രാസഗുണങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്സിജൻ ലോഹങ്ങളുമായും അലോഹങ്ങളുമായും പ്രവർത്തിച്ച് അവയുടെ ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഓക്സിജന്റെ രാസഗുണം എന്താണ്, ഓക്സിജൻ ലോഹങ്ങളുമായിട്ടോ അലോഹങ്ങളുമായിട്ടോ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിച്ച് എന്ത് ചെയ്യും, അവയുടെ ഓക്സൈഡുകൾ ഉണ്ടാകുന്നു. കാർബൺ, ഹൈഡ്രജൻ മുതലായ അലോഹങ്ങളുമായി ഓക്സിജൻ പ്രവർത്തിക്കുമ്പോൾ യഥാക്രമം കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാകുന്നു. അപ്പോൾ ഈ കാർബണും അതുപോലെ തന്നെ ഓക്സിജനുമായിട്ട് എന്ത് ചെയ്യും, പ്രവർത്തിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു, CO2 ഉണ്ടാകും. ഇനി അതുപോലെ തന്നെ നമ്മുടെ ജലവും ഹൈഡ്രജനും ആരുമായിട്ടും ഓക്സിജനുമായിട്ടും പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ജലം ഉണ്ടാകുന്നു. അപ്പോൾ 2H2O ഉണ്ടാകുന്നു, H2O ഉണ്ടാകുന്നു. 2H2ഉം പ്ലസ് O2ഉം ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, H2O ഉണ്ടാകുന്നു. അപ്പോൾ ഇതാണ്
നമ്മുടെ ഓക്സിജന്റെ രാസഗുണങ്ങൾ എന്ന് പറയുന്നത്. വിവിധ ലോഹങ്ങളുമായി ഓക്സിജൻ പ്രവർത്തിക്കുമ്പോൾ കാലക്രമേണ അവയുടെ തിളക്കം നഷ്ടപ്പെടുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? വിവിധ ലോഹങ്ങളുമായിട്ടും അലോഹങ്ങളുമായിട്ടും പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ വിവിധ ലോഹങ്ങളുമായി ഓക്സിജൻ പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കാലക്രമേണ അവയുടെ തിളക്കം നഷ്ടപ്പെടുന്നു. ഇതിന് കാരണം എന്താണെന്ന് ബോധ്യമായല്ലോ. ഇനി ഓക്സിജന്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്സിജൻ എന്താണ്? ഒരു ജ്വലന സഹായിയാണ്, കത്താൻ സഹായിക്കുന്നു നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നു. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരി ഉപയോഗിക്കുന്നത് എന്താണ്? ഓക്സിജനാണ്. കൃത്രിമ ശ്വസനത്തിന് വേണ്ടിയിട്ട് ഓക്സിജൻ ഉപയോഗിക്കുന്നു. ഓക്സി അസറ്റിലിൻ ജ്വാല വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നു. അപ്പോൾ ഓക്സി അസറ്റിലിൻ എന്ത് ചെയ്യുന്നു? ജ്വാല വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഓക്സിജന്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. ഓസോണിനെ കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഓക്സിജൻ ഒരു ദ്വയാറ്റോമിക തന്മാത്രയാണെന്ന് മനസ്സിലായല്ലോ. അപ്പം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം എന്താണ് ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ദ്വയാറ്റോമിക തന്മാത്രയാണ്. എന്നാൽ 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന തന്മാത്രയാണ് ഓസോൺ അഥവാ O3 എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഓക്സിജൻ പറയുമ്പോൾ O2 ആണ് പറയുന്നത് അല്ലേ? അതായത് അതൊരു ദ്വയാറ്റോമിക തന്മാത്ര എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് എന്ത് ചെയ്യുന്നു? 3 ഓക്സിജൻ ആറ്റം കൂടിച്ചേർന്ന് എന്ത് ചെയ്യും? O3 ആകുന്നു. അതാണ് ഓസോൺ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത്. അപ്പോൾ ഓസോൺ കൂടുതലായി കാണപ്പെടുന്ന പാളി ഏതെന്ന് ചോദിക്കും. ഏതാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അന്തരീക്ഷ ഓക്സിജൻ ഊർജം കൂടിയ അൾട്രാ വയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്ത് വിഘടിപ്പിക്കുന്നു. അപ്പം അന്തരീക്ഷത്തിലെ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ഊർജം കൂടിയ അൾട്രാ വയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്ത് വിഘടിപ്പിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന ഓക്സിജൻ ആറ്റങ്ങൾ ഓക്സിജൻ തന്മാത്രകളുമായി സംയോജിച്ച് ഓസോൺ തന്മാത്രകളായി മാറുന്നു. അപ്പം അങ്ങനെയാണ് ഓസോൺ തന്മാത്രകൾ ഉണ്ടാകുന്നത്. അതിനുള്ള ആ ഒരു രാസസമവാക്യം ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ 3 ഓക്സിജൻ ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നു? UV വികിരണ അൾട്രാ വയലറ്റുമായിട്ട് ആ വികിരണങ്ങൾ എന്ത് ചെയ്യും? ആഗിരണം ചെയ്ത് എന്ത് ചെയ്യുന്നു? അത് വിഘടിച്ച് എന്ത് ചെയ്യുന്നു? ഓസോൺ ഉണ്ടാകുന്നു. അങ്ങനെ ഓക്സിജൻ തന്മാത്രകളുമായി സംയോജിച്ച് ഓസോൺ തന്മാത്രയായിട്ട് മാറും. ഈ പ്രവർത്തനം നടക്കുന്നത് ചുവടെ നൽകിയിരിക്കുന്ന ഘട്ടങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം നടക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ സാധാരണ അന്തരീക്ഷത്തിലെ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ യുവിയുമായി അൾട്രാ വയലറ്റ് കിരണങ്ങളുമായി പ്രവർത്തിച്ച് എന്ത് ചെയ്യുന്നു? 2 ഓക്സിജൻ ഉണ്ടാകുന്നു. ഇനി ഈ ഓക്സിജൻ പ്ലസ് 1 ഓക്സിജനും കൂടി ചേർന്ന് എന്ത് ചെയ്യും? O3 ഉണ്ടാകുന്നു. ഓസോൺ ഊർജം കുറഞ്ഞ അൾട്രാ വയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്ത് വീണ്ടും ഓക്സിജനായി മാറുന്നു. അപ്പോൾ ഈ ഓസോൺ ഊർജം എന്ത് ചെയ്യുന്നു? കുറഞ്ഞ അൾട്രാ വയലറ്റ് വികിരണങ്ങളെ അത് ആഗിരണം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? വീണ്ടും ഓക്സിജനായിട്ട് മാറും. ഈ ചാക്രിക പ്രവർത്തനത്തിന്റെ ഫലമായി അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് സ്ഥിരമായി നിലനിൽക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രവർത്തനം ഒരു സർക്കിൾ പോലെ ഇതിങ്ങനെ ചുറ്റി വരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് സ്ഥിരമായി നിലനിൽക്കുന്നത്. ഈ പ്രവർത്തനത്തിൽ ഊർജത്തിനായി സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് വികിരണങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനാൽ മാരകമായ ഇത്തരം വികിരണങ്ങൾ അമിതമായി ഭൂമിയിൽ എത്തുന്നില്ല. അപ്പോൾ ഓസോണിൻ്റെ പ്രത്യേകത എന്താണ്? ആ അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തുക എന്നതാണ് ഓസോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മാരകമായ അൾട്രാ വയലറ്റ് വികിരണങ്ങൾ എവിടെ എത്താത്തത്? ഭൂമിയിൽ അമിതമായിട്ട് എത്താത്തത്. അപ്പോൾ ഓസോൺ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഹൗസ് വാതകമാണ്. അപ്പോൾ ഒരു ഗ്രീൻ ഹൗസ് വാതകത്തിന് ഉദാഹരണം ചോദിച്ചാൽ നമുക്ക് പറയാം ഏതാണ്? ഓസോൺ ഒരു ഗ്രീൻ ഹൗസ് വാതകമാണ്. ഇനി ഓസോൺ പാളിയുടെ ശോഷണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്ലോറോ ഫ്ലൂറോ കാർബൺ CFC ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. അപ്പോൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായ പദാർത്ഥം ഏതാണ്? അതാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ കലരുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ സ്ട്രാറ്റോസ്ഫിയറിലെത്തി സ്വയം വിഘടിച്ചുണ്ടാകുന്ന ക്ലോറിൻ ഓസോൺ തന്മാത്രയെ വിഘടിപ്പിച്ച് ഓക്സിജനാക്കി
മാറ്റുന്നു. അപ്പം നമ്മൾ ഈ അന്തരീക്ഷത്തിലെത്തുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ എന്ത് ചെയ്യും? സ്ട്രാറ്റോസ്ഫിയറിലെത്തും. എന്നിട്ട് അത് അവിടെ ചെന്ന് സ്വയം വിഘടിച്ച് അത് ക്ലോറിൻ അതുപോലെ ഓസോൺ തന്മാത്രയെ, അവിടെ ഉണ്ടാകുന്ന ക്ലോറിനും ഓസോണും എന്ത് ചെയ്യും? ഓസോൺ തന്മാത്ര, ആ ക്ലോറിൻ ഓസോൺ തന്മാത്രയെ വിഘടിപ്പിക്കും. അങ്ങനെ ഓസോൺ തന്മാത്രയെ വിഘടിപ്പിച്ച് എന്താക്കി മാറ്റും? ഓക്സിജനാക്കി മാറ്റുന്നു. ഇത് ഓക്സിജൻ ചാക്രിക പ്രവാഹത്തെ അസന്തുലിതമാക്കുന്നു. അപ്പോൾ ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നു? ആ ഓക്സിജൻ ചാക്രിക പ്രവാഹത്തെ അസന്തുലിതമാക്കും, ആ ബാലൻസ് നഷ്ടപ്പെടുത്തും. അന്തരീക്ഷത്തിലെ ഓസോണിനുണ്ടാകുന്ന ശോഷണം അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ ആഗിരണത്തെ കുറയ്ക്കുന്നു. അപ്പം അന്തരീക്ഷത്തിലെ ഓസോണിനുണ്ടാകുന്ന ശോഷണം എന്ത് ചെയ്യുന്നു? അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ ആഗിരണത്തെ കുറയ്ക്കും. അപ്പം അതുകൊണ്ട് അപ്പോൾ എന്ത് ചെയ്യും? നേരിട്ട് അൾട്രാവയലറ്റ് രശ്മികളൊക്കെ എവിടെ എത്താൻ തുടങ്ങും? ഭൂമിയിലെത്താൻ തുടങ്ങും. അത് ജീവനും സസ്യങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും എല്ലാം ഭീഷണിയാകും. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്താ ഇവിടെ ഒരു കോളത്തിൽ തന്നിട്ടുണ്ട് ക്ലോറോ ഫ്ലൂറോ കാർബണുകളെ കുറിച്ച്. എന്താണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് നമുക്ക് നോക്കാം. ക്ലോറിൻ, ഫ്ലൂറിൻ, കാർബൺ എന്നീ ആറ്റങ്ങൾ അടങ്ങിയ ഒരു വിഭാഗം സംയുക്തങ്ങളാണ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചുരുക്കത്തിൽ CFC എന്ന് പറയും. ഇവയെ മർദ്ദം ഉപയോഗിച്ച് എളുപ്പത്തിൽ ദ്രവീകരിക്കാൻ കഴിയും. അപ്പോൾ ഇവയുടെ പ്രത്യേകത, ഇവയെ മർദ്ദം ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ദ്രവീകരിക്കാൻ കഴിയും. ദ്രവീകരിച്ച ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ബാഷ്പീകരിക്കുമ്പോൾ നല്ല തണുപ്പുണ്ടാകുന്നതിനാൽ റെഫ്രിജറേറ്ററുകൾ, AC മുതലായവയിലും ഇവ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന AC അതുപോലെ റെഫ്രിജറേറ്റർ എന്നിവയിലൊക്കെ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അത്രയ്ക്ക് കൂള് കിട്ടുന്നത്. ഈ ഉപകരണങ്ങൾ ഉപയോഗശൂന്യമായി ഉപേക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യും? CFC പുറത്തു വരാൻ കാരണമാകും. അങ്ങനെ ഓസോൺ പാളിയുടെ ശോഷണത്തിന് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ കാരണമാകുന്നുണ്ട്. CFCക്ക് പകരം ക്ലോറിൻ അടങ്ങിയിട്ടില്ലാത്ത സംയുക്തങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നു. ഇവയിൽ ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ, ദ്രവീകരിച്ച ഹൈഡ്രോ കാർബണുകൾ, ലിക്വിഡ് അമോണിയ, ഖര കാർബൺ ഡയോക്സൈഡ് എന്നിവ ഉൾപ്പെടുന്നു. ഇപ്പോൾ സെപ്റ്റംബർ 16 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16 ആണ്. അപ്പോൾ അടുത്ത് നമ്മൾ ക്ലോറിനെ കുറിച്ചാണ് പറയുന്നത്. ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഗന്ധം നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ. ഇതിൻ്റെ ഗന്ധത്തിന് കാരണം എന്താണ്? ബ്ലീച്ചിങ് പൗഡറിലെ ക്ലോറിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ ബ്ലീച്ചിങ് പൗഡറിൽ എന്തുണ്ട്? ക്ലോറിനുണ്ട്. അപ്പോൾ ബ്ലീച്ചിങ് പൗഡറിലെ ക്ലോറിൻ്റെ സാന്നിധ്യമാണ് എന്തിന് കാരണം? നമ്മളീ പറഞ്ഞ ക്ലോറിൻ്റെ സാന്നിധ്യമാണ് ബ്ലീച്ചിങ് പൗഡറിൽ ആ ഒരു ഗന്ധമുണ്ടാക്കുന്നത്. ക്ലോറിന് ക്രിയാശീലം കൂടുതലായതിനാൽ പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നില്ല. അപ്പോൾ ക്ലോറിനെ സംബന്ധിച്ചിടത്തോളം അതിനെന്ത് കൂടുതലാണ്? ക്രിയാശീലം കൂടിയ ഒരു മൂലകമാണ് ക്ലോറിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്വതന്ത്രാവസ്ഥയിൽ പ്രകൃതിയിൽ കാണില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി പീരിയോഡിക് ടേബിൾ വിശകലനം ചെയ്ത് ക്ലോറിനെ സംബന്ധിച്ച പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലോറിൻ്റെ അറ്റോമിക നമ്പർ, ഇലക്ട്രോൺ വിന്യാസം, മാസ് നമ്പർ, അതുപോലെ അതിൻ്റെ അറ്റോമിക മാസ്, ഇലക്ട്രോണുകളുടെ എണ്ണം, ന്യൂട്രോണുകളുടെ എണ്ണം, സംയോജകത, മൂലക കുടുംബത്തിൻ്റെ പേര് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? എഴുതണം. അതിനാണ് ഇവിടെ ഈ ഒരു കോളം തന്നിരിക്കുന്ന ആ ഒരു ഈ ഒരു ടേബിൾ നമ്മൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. അപ്പോൾ ക്ലോറിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 17 ആണ്. ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എത്ര പറയാം? 2, 8, 7 എന്നതാണ് ഇലക്ട്രോൺ വിന്യാസം. ഇനി മാസ് നമ്പർ അഥവാ അറ്റോമിക മാസ് എന്ന് പറയുന്നത് 35.5, അല്ലെങ്കിൽ ഒന്നിൽ 35 അല്ലെങ്കിൽ 37. ഇതിൻ്റെ ശരാശരി എടുക്കുമ്പോൾ നമുക്ക് 35.5 കിട്ടും. ഇനി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? ക്ലോറിനിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 17 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണം 17. ഇനി ഇവിടുത്തെ ന്യൂട്രോണുകളുടെ എണ്ണം
ക്ലോറിൻ്റെ മാസ് നമ്പർ 35 നമ്മൾ പറഞ്ഞത്, 35. പിന്നെ ചില സാഹചര്യത്തിൽ 37 പറയാറുണ്ട്, അല്ലെങ്കിൽ 37.5 അതൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇതിൻ്റെ ന്യൂട്രോണുകളുടെ എണ്ണം 35 - 17 പറയുമ്പോൾ നമുക്ക് 18 ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. സംയോജകത എന്ന് പറയുന്നത് 1, വാലിഡിറ്റി 1. കുടുംബം ഏതാണ്? ഹാലജൻ കുടുംബമാണ്. ക്ലോറിൻ്റെ കുടുംബം ഏത് കുടുംബമാണ്? കുടുംബ പേര് ഹാലോജൻ എന്നാണ്. 17ാമത്തെ കുടുംബമാണ് ക്ലോറിൻ എന്ന് പറയുന്നത്, ഹാലജൻ കുടുംബമാണ്. ഇനി ക്ലോറിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലോറിൻ നിർമ്മാണത്തിൻ്റെ സമീകൃത രാസസമവാക്യം ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതുപോലെ പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേരുമ്പോൾ എന്താണ്? പൊട്ടാസ്യം ക്ലോറൈഡ്, പിന്നെ മാംഗനീസ് ക്ലോറൈഡ്, അതുപോലെ നമ്മുടെ ജലം, പിന്നെന്താണ്? ക്ലോറിൻ. ഇതൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ക്ലോറിൻ നിർമ്മാണത്തിൻ്റെ ചിത്രം വിശകലനം ചെയ്ത് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ്? നമ്മുടെ H2O, അതുപോലെ H2SO4, പിന്നെന്താണ്? ക്ലോറിൻ. ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ക്ലോറിൻ പരീക്ഷണശാലയിൽ നിർമ്മിക്കാൻ ആവശ്യമായ രാസവസ്തുക്കൾ ഏതൊക്കെയാണ്? ഈ കാണുന്ന പൊട്ടാസ്യം പെർമാംഗനേറ്റും അതുപോലെ HCl-ഉമാണ് ക്ലോറിൻ പരീക്ഷണശാലയിൽ നിർമ്മിക്കാൻ ആവശ്യമായ രാസവസ്തുക്കൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ പരീക്ഷണത്തിന് ശേഷം ലഭിച്ച ഉൽപ്പന്നങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത്? H2O കിട്ടിയിട്ടുണ്ട്, H2SO4 ഉണ്ട്, അതുപോലെ ക്ലോറിന് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ ലഭിച്ച ഉൽപ്പന്നമെന്ന് പറയുന്നത്. ലഭിച്ച ക്ലോറിൻ വാതകം ജലത്തിലൂടെയും സൾഫ്യൂരിക് ആസിഡിലൂടെയും കടത്തിവിട്ടതിന് ശേഷമാണ് ജാറിൽ എന്ത് ചെയ്യുന്നത്? ശേഖരിക്കുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്ലോറിൻ വാതകത്തിനോടൊപ്പം വളരെ കുറച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് ബാഷ്പം കൂടി പുറത്തേക്ക് വരുന്നു. അപ്പോൾ ക്ലോറിനോടൊപ്പം എന്ത് ചെയ്യുന്നു? വളരെ കുറച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് ബാഷ്പം പുറത്തേക്ക് വരുന്നു. ജലത്തിലൂടെ കടത്തിവിടുമ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് ബാഷ്പം അതിൽ ലയിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ക്ലോറിൻ വാതകത്തോടൊപ്പം പുറത്തേക്ക് വരുന്ന ജലബാഷ്പത്തെ നീക്കം ചെയ്യാനാണ് ഗാഢ സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ക്ലോറിൻ വാതകത്തിനോടൊപ്പം വളരെ കുറച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് ബാഷ്പം കൂടി പുറത്തേക്ക് വരും. അപ്പോൾ ജലത്തിലൂടെ കടത്തിവിടുമ്പോൾ ഈ ഹൈഡ്രജൻ ക്ലോറൈഡ് ബാഷ്പം എന്ത് ചെയ്യും? ജലത്തിലേക്കും. അതുപോലെ ക്ലോറിൻ വാതകത്തോടൊപ്പം പുറത്തേക്ക് വരുന്ന ജലബാഷ്പത്തെ നീക്കം ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്? ഗാഢ സൾഫ്യൂരിക് ആസിഡ് അതിലൂടെ കടത്തിവിടുന്നത്. ക്ലോറിൻ്റെ ഭൗതിക ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? പച്ച കലർന്ന മഞ്ഞ നിറം. അപ്പോൾ ക്ലോറിന് നിറമുണ്ട്, പച്ച കലർന്ന മഞ്ഞ നിറമാണ് ക്ലോറിൻ്റെ നിറം. ഇനി രൂക്ഷഗന്ധമാണുള്ളതെന്ന് നമ്മൾ ആദ്യമേ പഠിച്ചു. വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ് ആർക്കുള്ളത്? ക്ലോറിന് ഉള്ളത്. ഇനി എന്താണ്? ക്ലോറിൻ്റെ ബ്ലീച്ചിങ് പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. ക്ലോറിൻ വാതകം നിറച്ച 2 ജാറുകൾ എടുക്കുക. നിറമുള്ള ഒരു തുണി 2 കഷ്ണങ്ങളാക്കുക. അവയിൽ ഈർപ്പമില്ലാത്ത തുണി ഒരു ജാറിലും രണ്ടാമത്തെ ഈർപ്പത്തോടു കൂടിയ തുണി മറ്റേ ജാറിലും നിക്ഷേപിക്കുക. 2 ജാറുകളിലെയും തുണികളുടെ നിറത്തിന് എന്ത് സംഭവിക്കുന്നു? അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ക്ലോറിൻ വാതകം നിറച്ച് 2 ജാർ എടുക്കണം. നിറമുള്ള ഒരു തുണി 2 കഷ്ണങ്ങളാക്കുക. അവയിൽ ഈർപ്പമില്ലാത്ത തുണി ഒരു ജാറിലും രണ്ടാമത്തെ ഈർപ്പത്തോടു കൂടിയ തുണി മറ്റേ ജാറിലും നിക്ഷേപിച്ചാൽ എന്താ കിട്ടുന്നത്? 2 ജാറുകളിലെയും തുണികളുടെ നിറത്തിന് എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചുവടെ തന്നിരിക്കുന്ന രാസസമവാക്യങ്ങൾ വിശകലനം ചെയ്താൽ നമുക്കത് കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ്? ജലം പ്ലസ് ക്ലോറിൻ. അപ്പോൾ എവിടെയാണ്? HCl പ്ലസ് HOCl ആവും. ഈ HOCl എന്ത് ചെയ്യുന്നു? HCl പ്ലസ് ഓക്സിജനായിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്താ? ജലം ക്ലോറിനുമായി പ്രവർത്തിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡും ഹൈപ്പോക്ലോറസ് ആസിഡും ഉണ്ടാകുന്നു. അതാണ് ഈ HOCl എന്ന് പറയുന്ന ഹൈപ്പോക്ലോറസ് ആസിഡ്. അപ്പോൾ ഇതിന് സ്ഥിരത കുറവായതിനാൽ അത് വിഘടിച്ചെന്ത് ചെയ്യും? ഹൈഡ്രോക്ലോറിക് ആസിഡും നവജാത ഓക്സിജനും ഉണ്ടാകുന്നു. അതാണ് ഈ രാസസമവാക്യം നമുക്കിവിടെ തന്നത്. നവജാത ഓക്സിജൻ ശക്തിയേറിയ ഒരു ഓക്സികാരിയായി പ്രവർത്തിച്ച് നിറമുള്ള പദാർത്ഥങ്ങളെ നിറമില്ലാത്ത പദാർത്ഥങ്ങളാക്കി മാറ്റുന്നു. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആ ഒരു തുണി കഷ്ണം അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ്? നിറമുള്ള പദാർത്ഥങ്ങളെ അതെന്ത് ചെയ്യും? നിറമില്ലാത്ത പദാർത്ഥമാക്കി മാറ്റുന്നു. അപ്പോൾ ജലം ക്ലോറിനുമായി പ്രവർത്തിച്ച് എന്തൊക്കെ ഉണ്ടാകുന്നു നമ്മൾ പഠിച്ചല്ലോ. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാകും.
ഉണ്ടാകും. ഹൈപ്പോക്ലോറസ് ആസിഡിൻ്റെ സ്ഥിരത കുറവാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് അത് വിഘടിക്കും. അങ്ങനെ വിഘടിച്ചെന്ത് ചെയ്യും? ഹൈഡ്രോക്ലോറിക് ആസിഡും നവജാത ഓക്സിജനും ഉണ്ടാകുന്നു. ഈ നവജാത ഓക്സിജനാണ് ശക്തിയേറിയ ഒരു ഓക്സികാരിയായി പ്രവർത്തിച്ച് എന്ത് ചെയ്യും? നിറമുള്ള പദാർത്ഥങ്ങളെ നിറമില്ലാത്ത പദാർത്ഥമാക്കി മാറ്റും. ബ്ലീച്ചിങ് പൗഡറിന്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് നോക്കാം. ജലശുദ്ധീകരണത്തിനായി ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കാറുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം. ഈർപ്പരഹിതമായ കുമ്മായപ്പൊടിയിലൂടെ ഈർപ്പരഹിതമായ ക്ലോറിൻ വാതകം കടത്തിവിട്ടാണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത്. അപ്പം ഈർപ്പരഹിതമായ കുമ്മായപ്പൊടി, ഈർപ്പമൊന്നുമില്ലാത്ത കുമ്മായപ്പൊടി എടുക്കുക, അതിലോട്ട് ഈർപ്പരഹിതമായ ക്ലോറിൻ വാതകം എന്ത് ചെയ്യുക? കടത്തിവിടുക. രണ്ടും ഈർപ്പരഹിതമായിരിക്കണം. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രാസസമവാക്യം ഇവിടെ തന്നിട്ടുണ്ട്. 2CaOH2 + 2Cl2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? CaOCl2 നമുക്ക് ബ്ലീച്ചിങ് പൗഡർ + CaCl2 + ജലം കൂടി കിട്ടും. ഇനി ക്ലോറിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാ? ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്നു, ആൻറ്റിസെപ്റ്റിക്, കീടനാശിനികൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. എന്താണ്? ക്ലോറിൻ. അണുനാശിനിയായി ഉപയോഗിക്കുന്നു. അപ്പോൾ ക്ലോറിന് ബ്ലീച്ചിങ് പൗഡറായിട്ട് ഉപയോഗിക്കുന്നു, ആൻറ്റിസെപ്റ്റിക്, കീടനാശിനികൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു, അണുനാശിനിയായിട്ട് ഉപയോഗിക്കുന്നു. ക്ലോറൈഡ് ലവണങ്ങളെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? 2 ml സോഡിയം ക്ലോറൈഡ് ലായനി ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എടുക്കുക. അതിലേക്ക് 2-3 തുള്ളി സിൽവർ നൈട്രേറ്റ് ലായനി ചേർക്കണം. എന്താണ് നിങ്ങളുടെ നിരീക്ഷണം? അപ്പം എന്ത് ചെയ്യും? അപ്പം നമ്മൾ പറഞ്ഞു 2 തുള്ളി സോഡിയം ക്ലോറൈഡ് + സിൽവർ നൈട്രേറ്റ് നമ്മൾ എടുത്തു. അപ്പം നമുക്ക് എന്ത് കിട്ടും? സിൽവർ ക്ലോറിനും അതുപോലെ സോഡിയം നൈട്രേറ്റുമാണ് നമുക്ക് കിട്ടുന്നത്. ലഭിക്കുന്ന കട്ടിയുള്ള വെളുത്ത അവക്ഷിപ്തത്തിലേക്ക് സിൽവർ ക്ലോറൈഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് ലായനി ചേർക്കുക. അവക്ഷിപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? അവക്ഷിപ്തം അമോണിയം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ ലയിക്കും. ഇപ്രകാരമാണ് ക്ലോറൈഡ് ലവണങ്ങളെ തിരിച്ചറിയുന്നത്. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? നമുക്കിങ്ങനെ ലഭിക്കുന്ന കട്ടിയുള്ള വെളുത്ത അവക്ഷിപ്തത്തിലേക്ക്, അതായത് ഈ സിൽവർ ക്ലോറൈഡ് അവക്ഷിപ്തം, അതിലേക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് ലായനി ചേർക്കണം. അങ്ങനെ അമോണിയം ഹൈഡ്രോക്സൈഡ് ലായനി ചേർക്കുമ്പോൾ എന്ത് ചെയ്യും? ആ അവക്ഷിപ്തം അമോണിയം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ ലയിക്കുന്നു. ഇപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ക്ലോറൈഡ് ലവണങ്ങളെ തിരിച്ചറിയുന്നത്. അപ്പം വിവിധ ക്ലോറൈഡ് ലായനികൾ എടുത്ത് പരീക്ഷണം ആവർത്തിക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ചുവടെ ചില ചോദ്യങ്ങൾ നൽകിയിരിക്കുന്നു. അവയ്ക്ക് യോജിച്ചവ ബോക്സിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നൈട്രജൻ, നൈട്രിക് ഓക്സൈഡ്, ഓക്സിജൻ, കാർബൺ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? നമ്മുടെ നൈട്രജൻ, നൈട്രിക് ഓക്സൈഡ്, ഓക്സിജൻ, കാർബൺ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏത്? ഉയർന്ന താപനിലയിൽ നൈട്രജൻ ഓക്സിജനുമായി സംയോജിച്ചുണ്ടാകുന്ന ഉൽപ്പന്നം ഏത്? അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിൽ ഹൈഡ്രജനോടൊപ്പം ഉപയോഗിക്കുന്ന അഭികാരകം ഏത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിനുള്ള ആൻസറുകളാണ് ഇതാ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പം നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായിരുന്നു? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ നമുക്ക് ഓക്സിജനാണ് ലഭിക്കുന്നത്. ഉയർന്ന താപനിലയിൽ നൈട്രജൻ ഓക്സിജനുമായി സംയോജിച്ചുണ്ടാകുന്ന ഉൽപ്പന്നം ഏതാണ്? അപ്പോൾ അത് ഏതാണ്? നൈട്രിക് ഓക്സൈഡാണ്. നൈട്രിക് ഓക്സൈഡാണ് രണ്ടാമത്തെ ആൻസർ. ഇതൊന്നാമത്തെ ആൻസർ. ഇനി അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിൽ ഹൈഡ്രജനോടൊപ്പം ഉപയോഗിക്കുന്ന അഭികാരകം ഏതാണ്? അത് നൈട്രജനാണ്. നൈട്രജനാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ചില അലോഹങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത്. അലോഹങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഇനി ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ.